ഇതെല്ലാം ഞാൻ ചെയ്ത ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഞാൻ തുന്നുന്നത് കാണുമ്പോൾ പലരും പറയാറുണ്ട് എവിടെന്നാ ശാലുവിന് ഇത്ര ക്ഷമന്ന്. പക്ഷെ തുന്നുന്നതിനും തയ്ക്കുന്നതിനും മാത്രമാണ് കേട്ടോ എനിക്ക് ഇത്രയും ക്ഷമ കണ്ടിട്ടുള്ളൂ. പുതിയ പുതിയ മോഡലിൽ ഓരോന്ന് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും ഞാൻ മെനക്കെട്ടിരിക്കും. കാരണം എനിക്കതൊരു ഹരമാണ്. നമ്മളിൽ പലരും അങ്ങനെയാണല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാവണം, മറ്റുള്ളവർ അത് ഭംഗിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ അത് ചെയ്യാൻ നല്ല താല്പര്യമല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. എൻ്റെ അമ്മ ഒരു ടൈലറാണ് കേട്ടോ. അപ്പം അമ്മ തയ്ക്കുന്നതൊക്കെ കുഞ്ഞിലെ കണ്ടു വളർന്നതുകൊണ്ട് എനിക്കും കുഞ്ഞിലെ തൊട്ട് തയ്ക്കാനും തുന്നാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അമ്മ എന്നെ എല്ലാ സ്കൂൾ വെക്കേഷൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള വെക്കേഷൻ എന്നെ മരത്തിൽ ഇട്ടിട്ട് സ്റ്റിച്ചിങ്ങും അതേപോലെ ഡോൾ മേക്കിങ്, ഗ്ലാസ് പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ്, ഹാൻഡ് എംബ്രോയിഡറി അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 10th 12th ഒക്കെ കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാരൊക്കെ സാധാരണ 12th കഴിയുമ്പോൾ എല്ലാവരും ഡിഗ്രിക്ക് പോകുന്ന പോലെ അവരും ഡിഗ്രിക്ക് പോയി. ഞാൻ മാത്രം ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്നു കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ സന്തോഷത്തോടും വളരെ ഉത്സാഹത്തോടും കൂടി ചെയ്യുന്ന പണിയാണ് കേട്ടോ അത്. അപ്പൊ എനിക്ക് നിങ്ങളോടും ഇത്രയും പറയാനുള്ളൂ. ഇനി വെക്കേഷനൊക്കെയാണ് വരുന്നത്. അപ്പൊ കുട്ടികളെ അവരുടെ സർഗാത്മക കഴിവുകളൊക്കെ വളർത്താനായിട്ട് അവരെ സഹായിക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുതെ ഫോണും ടിവിയും കണ്ടിരിക്കാണ്ട് ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു കഴിവുകൾ വളർത്തിയെടുക്കുക.